ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് ഗോൾഡ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഗോൾഡാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ക്ലീൻ ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് കുറച്ച് എന്താ പറയുക, ഇതിൽ ചളി പിടിച്ച് കഴിഞ്ഞാൽ പോകാൻ ബുദ്ധിമുട്ടുള്ള ആ ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. അങ്ങനത്തെ എൻ്റെ ബ്രേസ്ലെറ്റുമ്മിൽ നല്ല രീതിക്ക് തന്നെ ചളിയുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇത് തീരെ അയച്ചു വെക്കാറില്ല. പിന്നെ നമ്മൾ പണിയൊക്കെ എടുക്കുന്ന സമയത്ത്, പാത്രം കഴുകുന്ന സമയത്തൊക്കെ എന്തായാലും ഇതിൽ അഴുക്ക് പറ്റും. അപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ ഉണ്ട്. പിന്നെ എൻ്റെ മാലയിൽ അത്രയ്ക്ക് അങ്ങോട്ട് ചളിയില്ല. കാരണം മാല ഇടയ്ക്ക് ഞാൻ വാഷ് ചെയ്ത് മാറ്റി വെക്കാറുണ്ട്. ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ കഴിച്ച് വെക്കാറുണ്ട് വേറെ മാലയൊക്കെ ഇടുന്ന സമയത്ത്. അതുകൊണ്ട് ഇതിൽ വലിയ രീതിക്കൊന്നും ചളിയില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഒഴിക്കണത് നമ്മുടെ പാത്രം കഴുകണ ലിക്വിഡാണ് കേട്ടോ. അത് ഏതായാലും കുഴപ്പമില്ല, അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തിള വരുന്ന സമയത്ത് നമുക്ക് ഗോൾഡ് ഇട്ട് കൊടുത്ത് ഒരു 3-4 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ ചെളി അതിൽ നിന്ന് ഇളകിപ്പോയിക്കോളും. നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും. ഇത് നല്ലപോലെ തിളച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, ആ സൈഡിൽ കൂടെ ഒക്കെ കാണുന്നത് അതിൽ നിന്ന് ഇളകിയ അഴുക്കാണ് കേട്ടോ. നല്ല രീതിക്ക് തന്നെ ഇളകിയിട്ടുണ്ട്. അപ്പോൾ അതാ കാണുന്നതൊക്കെ അതാണ്. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റാം കേട്ടോ. ഞാൻ വേറൊരു കപ്പിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് നല്ല രീതിക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ബ്രഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, മാല അങ്ങനെ പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം. നല്ല രീതിക്ക് തന്നെ ബ്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ നല്ല ക്ലീൻ ആയിക്കോളും. പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഗോൾഡിൽ മഞ്ഞ കളർ ഉണ്ടാവും. പിന്നെ അത് നമ്മൾ കുറേ ടൈം ഇങ്ങനെ ബ്രഷ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഞാനത് നല്ല രീതിക്ക് തന്നെ ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ മാല കൂടുതലായിട്ടൊന്നും ബ്രഷ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല, കാരണം അതിൽ അഴുക്ക് കുറവായിരുന്നു. അപ്പോൾ ഇതാ ലാസ്റ്റ് ഞാൻ ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, നല്ല രീതിക്ക് നീറ്റായി കിട്ടിയിട്ടുണ്ട്. ചെളിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഫസ്റ്റ് കണ്ടപ്പോഴുള്ള ആ ഒരു വീഡിയോ ഇപ്പോൾ കാണുന്ന ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. ഞാൻ താഴെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് ചളി ഇളകി പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഗോൾഡിനൊന്നും പറ്റത്തൊന്നുമില്ല. നമുക്ക് ജ്വല്ലറിയിൽ നിന്ന് തന്നെ ഒരു ആൾക്കാർ പറഞ്ഞതാണ് കേട്ടോ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പോഴും ക്ലീൻ ചെയ്യാൻ പാടില്ല. അപ്പോൾ നല്ലപോലെ അഴുക്കാണ് സമയത്ത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.